എടാ നീ ഗസ്റ്റുകളുടെ ഇടയിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കേണ്ടതല്ലേ? അവിടെ നിന്റെ ഫ്യൂച്ചർ ഫാദർലോയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട്. അതെ, ചില്ലറക്കാരല്ല, VVIP ആണ്. കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി. അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നീയല്ലേ? അതോ ഭാവി അമ്മായിപ്പിനെ സൈഡാക്കി നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാനുള്ള ശ്രമമാണോ? സൂര്യൻ സ്വയം പ്രകാശിക്കാറേ ഉള്ളൂ. അതിന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊട്ടെ, ഏട്ടത്തി എവിടെ? അവള് എന്തോ വലിയ ടെൻഷനിലടാ. അവള് ഇവിടെ എവിടെയെങ്കിലും കാണും. ആഹാ, ഐശ്വര്യ വന്നില്ലെങ്കിൽ എന്താ, ചിന്നു വരുന്ന കണ്ടില്ലേ? വീട്ടിലുള്ളവരെക്കാളും അടിപൊളി ഡ്രസ് ഇട്ടിട്ടാണല്ലോ അവള് വരുന്നത്. ആ ഡ്രസ്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ. ചിന്നു, യു ലുക്ക് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. കല്യാണി, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിട്ടാണോ നീ കോളേജിലേക്ക് ധാവണിയും പാവാടയൊക്കെ ഇട്ട് ശാലീന സുന്ദരിയായിട്ട് വരുന്നത്? യുവർ ലുക്ക് ഗ്രേറ്റ്. ഇതേ ടൈപ്പ് ഡ്രസ് അണിഞ്ഞ് കല്യാണി കോളേജിലേക്ക് വന്ന അതോടെ കോളേജ് ബ്യൂട്ടീസ് ഒക്കെ ഉദിച്ചു വരുന്ന സൂര്യന്റെ മുന്നില് നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാവുന്ന പോലെ മങ്ങിപ്പോകും. സാഹിത്യം തുടങ്ങിയല്ലോ. സാഹിത്യത്തില് ചിലപ്പോ നിശാന്ത് ഷേക്സ്പിയറിനെ പോലും തോൽപ്പിക്കും. ഷേക്സ്പിയറുടെ സ്വപ്നത്തിൽ വന്ന് ഉറക്കം കെടുത്തിയ ജൂലിയറ്റ് ഇതുപോലെ വന്ന് നിൽക്കുമ്പോ സാഹിത്യത്തിന്റെ ഒരു ഗന്ധം പോലും അടിക്കാത്ത എന്നെ പോലുള്ള ഒരാൾക്ക് ചിലപ്പോ സാഹിത്യമൊക്കെ വന്നിരിക്കും. മഹി, മഹി ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? മോളെ, നമ്മുടെ കല്യാണിയെ കണ്ടില്ലേ? നീ ഇവിടെ വാചകം അടിച്ചോണ്ട് നിൽക്കുകയാണോ? നീ ഇവിടുത്തെ പാചകക്കാരിയല്ലേ? ഗസ്റ്റുകളെ പോലെ കുണുങ്ങി നിൽക്കാതെ പോയി ഫുഡ് ഉണ്ടാക്കടി. എന്താ രക്ഷ? അവൾ നമ്മളുടെ കോളേജിൽ പഠിക്കുന്നതല്ലേ? ഷീ ഈസ് നോട്ട് മൈ കോ സ്റ്റുഡന്റ്. അവൾ ഈ വീട്ടിലെ വേലക്കാരിയാ. ഒരു വേലക്കാരി അവളുടെ സ്ഥാനത്ത് നിൽക്കണം. വീട്ടിലെ മുതലാളിയോട് മത്സരിക്കരുത്. അല്ല, അർജുനും ഐശ്വര്യ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഓഫീസിൽ പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. ടെൻഷനുള്ള കാര്യമാ. പക്ഷെ ഭരണം മാറുമ്പോ മന്ത്രി കസേര മാറുന്നത് പോലെ നമ്മള് തൊഴില് മാറേണ്ടി വരില്ല. അത് പറയാൻ പറ്റില്ല. ഫ്ലൈറ്റുകളുടെ ഗുണനിലവാരം നോക്കിയിട്ടാണ് യാത്ര പോകേണ്ട പാസഞ്ചേഴ്സ് അവർക്ക് പോകേണ്ട ഫ്ലൈറ്റുകൾ സെലക്ട് ചെയ്യുന്നത്. സർവീസ് മോശമാണെങ്കിൽ ആ ബിസിനസ്സും താറുമാറാകും.
അല്ല സാറേ, ചില സമയത്തൊക്കെ ഞാനും ആലോചിക്കും, അന്ന് പഠിക്കാനൊക്കെ പോയി സെവൻറ്റീസ് കളിക്കുന്ന സമയത്തൊക്കെ രാഷ്ട്രീയത്തിൽ പോയാൽ മതിയായിരുന്നു. എങ്കിലേ ഇന്ന് സാറിനെ പോലെ ഏതെങ്കിലും ഒരു പദവിയിൽ എത്തിപ്പോയേനെ. ഇനിയിപ്പോ എന്തെങ്കിലും മാർഗമുണ്ടോ സാറേ? വേണമെങ്കിൽ ദയാശങ്കർ സാറ് മാറിത്തരും. അളിയൻ ആഭ്യന്തരമന്ത്രി കസേര കയറിയിരുന്നു. കളിയാക്കല്ലേ അളിയാ, പറയാൻ പറ്റത്തില്ല. നാളെ ചിലപ്പോ ഞാനും ഒരു മന്ത്രിയായെന്നൊക്കെ വരും. അതത്ര എളുപ്പമുള്ള പണിയല്ല. ഊണും ഉറക്കവും വരെ നഷ്ടപ്പെടും. ഊടും ഉറക്കം നഷ്ടപ്പെടുന്ന പണിയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല, അല്ലേടി? ചിന്നുവിന്റെ ഈ ഡ്രസ്സ് മനോഹരമായിട്ടുണ്ടല്ലോ.